നമസ്കാരം. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമി യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് ദുബായിലാണ്. ദുബായിലെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് റാസ് അൽ ഖോർ. ഒട്ടനവധി പ്രവാസി മലയാളികൾ ഒരു ജോലി എന്ന സ്വപ്നവുമായി വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിക്കുന്നു. പിന്നീട് അവരുടെ ആ പ്രവൃത്തി പരിചയ സമ്പത്ത് പിൽക്കാലത്ത് അവരെ ഒരു നല്ല വ്യവസായിയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ബിസിനസ്സുകാരനാക്കി മാറ്റുന്നു. ആ ജോലിയോടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും കൈമുതലാക്കിക്കൊണ്ടാണ് അവർ നേടിയെടുക്കുന്ന വിജയത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ദുബായ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ദുബായ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഒരു പ്രധാനമായ സ്ഥാനം ദുബായിക്ക് നേടിക്കൊടുക്കുവാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ദീർഘവീക്ഷണവും രാജ്യത്തിൻ്റെ വികസനമെന്ന ഒറ്റ ലക്ഷ്യവുമാണ് UAE ഇന്ന് ഒരു നല്ല പ്രാധാന്യം അറിയിക്കുന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹബ്ബാക്കി മാറ്റുവാൻ കഴിഞ്ഞത്. അതിനെ അഭിനന്ദിക്കേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളാണ്. അതോടൊപ്പം തന്നെ ഈ വികസനത്തിൻ്റെ പാതയിൽ നമ്മുടെ പ്രവാസി മലയാളികൾ, നമ്മുടെ ഇന്ത്യക്കാർ ഒക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള സത്യവും നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്ന വ്യക്തി പന്തളത്ത് നിന്നും ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ അമീർ സുലൈമാൻ റൗത്തർ. 10 വർഷം ഖത്തറിൽ ജോലി ചെയ്യുകയും അത് കഴിഞ്ഞ് ബാക്കി 15 വർഷം പ്രവാസ ജീവിതം ദുബായിലും. അങ്ങനെ ഇന്ന് ടെക്നോ കിങ് ട്രേഡിംഗ് കമ്പനി LLCയുടെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം. അങ്ങനെ ഒട്ടനവധി വ്യവസായ സംരംഭങ്ങൾക്ക്, ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ശ്രീ അമീർ സുലൈമാൻ റൗത്തർ. ഓട്ടോ അക്സസറീസ് രംഗത്ത്, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് രംഗത്ത്, ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ, അങ്ങനെ വ്യവസായ രംഗത്ത് നിൽക്കുന്ന ശ്രീ അമീർ സുലൈമാൻ റൗത്തറിനെ അഭിമാനപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. പന്തളത്ത് നിന്ന് ഒരു ജോലി എന്ന സ്വപ്നവുമായി ഖത്തറിലേക്ക് വിമാനം കയറുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതുപോലൊരു വ്യവസായ സംരംഭങ്ങൾ ദുബായിൽ തുടങ്ങുവാൻ കഴിയുമെന്ന്. തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു. അപ്പം ആദ്യമായി പന്തളത്ത് നിന്ന് ഖത്തറിലേക്ക് പോകുന്ന ഒരു ജോലി എന്ന സ്വപ്നമായിട്ടാണ്. ഏത് കമ്പനിയിലായിരുന്നു? ഞാൻ അവിടെ വിന്നേഴ്സ് സ്പോർട്സ് എന്ന് പറഞ്ഞൊരു സ്പോർട്സ് കമ്പനിയായിരുന്നു അവിടെ. അതെ. 10 വർഷം ഒരു കമ്പനിയിലാണ്? അല്ലല്ല, ഞാൻ കുറച്ച് നാൾ, ഒരു 1.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. സെയിൽസിലായിരുന്നു. അങ്ങനെ മാർക്കറ്റിങ്ങിൽ പല വിഭാഗങ്ങളായിട്ട്, സ്പോർട്സ് മാത്രമല്ല, മാർക്കറ്റിങ്ങിൽ, സെയിൽസിൽ, മെർക്കൻ്റ് ഡിവിഷനിൽ, അവസാനം ഞാൻ ഓയിൽ ഫീൽഡ് ഡിവിഷനിലായിരുന്നു. ഖത്തർ പെട്രോളിയത്തിൻ്റെ അവിടെ ഒരു ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള വർക്കുമായിട്ട് ബന്ധപ്പെട്ട് 5-6 വർഷം ഓയിൽ ഫീൽഡിലായിരുന്നു. അതൊരു ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. കാരണം എന്ന് വെച്ചാൽ വിവിധ രംഗങ്ങളിൽ നമ്മൾ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആ കമ്പനി, ഖത്തർ ഓയിൽ കമ്പനിയുമായിട്ടുള്ള ജോലിയിലൂടെ സാധിച്ചു. തീർച്ചയായിട്ടും അത് എസ്പെഷ്യലി നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സംരംഭത്തിന് ഒരു തുടക്കം കുറിക്കാൻ നമുക്ക് ധൈര്യം നൽകിയതും അത് തന്നെയായിരുന്നു. എൻ്റെ ഈ മാർക്കറ്റിംഗ് ഫീൽഡാണ് ഈ ധൈര്യം തന്നത്. ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജനറേഷൻ വളരെ പിറകിലോട്ടാണ്. മാർക്കറ്റിംഗ് ആണ്. പക്ഷേ മാർക്കറ്റിങ്ങിനെയും സെയിൽസിനെയും ഒരു പാഷനായിട്ട് കണ്ടാൽ തീർച്ചയായും നമുക്കതിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഉറപ്പായിട്ടും വിജയിക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു മാർക്കറ്റിങ്ങും സെയിൽസും ആയിരുന്നു ഖത്തറിൽ താങ്കൾ? എൻ്റെ അടിസ്ഥാനപരമായിട്ട് എൻ്റെ ഈ നിലനിൽപ്പ്, ഇന്ന് ഈ നിലയിൽ എത്തിയതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. ആ ജോലിയോടുള്ള ആത്മാർത്ഥത തന്നെയാണ്. ആത്മാർത്ഥതയും സത്യസന്ധതയും വ്യവസായി ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഇറങ്ങുക, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ആ അനുഭവ സമ്പത്താണ് ഇന്ന് ഈ നിലയിൽ എന്നെ ഇവിടെ എത്തിച്ചത്. നല്ലൊരു ബിസിനസ്സുകാരനാക്കി മാറ്റുവാൻ സാധിച്ചത് എന്ന് വിശ്വസിക്കുന്നു. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു ഘടകം ഏതെന്ന് വെച്ചാൽ നമ്മുടെ ജന്മദേശവും അവിടുത്തെ ബാല്യകാലവും തന്നെയാണ്. അതെ. എത്രത്തോളം പന്തളവും
താങ്കളുടെ ജീവിതത്തിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ ശ്രീ അയ്യപ്പൻ്റെ നാട്ടുകാരനാണ്, പന്തളം. വ്യാവസായികമായിട്ട് അത്രയില്ലെങ്കിലും വിദ്യാസംബന്ധമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വളരെയധികമുള്ള NSSൻ്റെ പ്രസ്ഥാനങ്ങളൊക്കെ വളരെ സർവീസ് സെക്ടറാണ് കൂടുതലും അവിടെ. അതെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫാദർ മരിച്ചുപോയി. പേര് സുലൈമാൻ റാവുത്തർ. ചെറിയൊരു കച്ചവടക്കാരനായിരുന്നു നാട്ടിൽ. അപ്പം കൊച്ചുനാൾ മുതൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ബിസിനസ് എന്നത്, എൻ്റെ ഫാദറിൻ്റെ ആ പാതകളെ പിന്തുടരുക. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും, അച്ഛൻ്റെ പേര് മരണപ്പെട്ട 2 പേരും. അച്ഛൻ്റെ പേര് സുലൈമാൻ റാവുത്തർ, അമ്മ സുലേഖ ബീവി. അവരുടെ 8 മക്കളിൽ 6ാമത്തെ മകനാണ്. 4 ആണും 4 പെണ്ണും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 പേര് നമ്മുടെ മാതാപിതാക്കളാണ്. ഇന്നവരില്ല. അതെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് നൽകിയ ഉപദേശവും അവരുടെ പ്രാർത്ഥനയും ഒക്കെയാണ്. തീർച്ചയായും. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ? എനിക്ക് ആദ്യമായിട്ട് അൽഹംദുലില്ലാ അള്ളാഹുവിന് സ്തുതി. രണ്ടാമത് എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ വഴികാട്ടി. എൻ്റെ ഇന്നത്തെ ഈ എല്ലാ ഐശ്വര്യങ്ങൾക്കും അവരാണ് എൻ്റെ വഴികാട്ടികൾ. എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധത ജീവിതത്തിൽ വെച്ച് പുലർത്തുക, ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കുക, കഠിനാധ്വാനം, അതെല്ലാമാണ് ഇതിൻ്റെ ഈ പിന്നിൽ ഇന്ന് ഈ നിലയിലെത്തിയ വിജയത്തിൻ്റെ രഹസ്യം. തീർച്ചയായിട്ടും പിതാവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അമീർ സാഹിബ് പറഞ്ഞതുപോലെ തന്നെ, കാരണം സത്യസന്ധമായി ബിസിനസ് ചെയ്യുക, ആരെയും വഞ്ചിക്കാതിരിക്കുക. അതെ, ഒരു സ്ഥായിയായ ബിസിനസ് രംഗത്തേക്ക് നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. അത് കുഞ്ഞുനാളിലെ നമ്മൾ കണ്ടു തുടങ്ങിയ പിതാവിലൂടെയാണ്. അതെ, ഒരു കച്ചവടക്കാരനായ, ഒരു ചെറുകിട കച്ചവടക്കാരനായ ഒരു അച്ഛൻ നൽകിയ ഉപദേശം താങ്കളുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്. അതെ, എത്രത്തോളം നമുക്കത് പല സ്ഥലങ്ങളിലും അന്ന് ഒരു പക്ഷേ നമ്മൾ ഈ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ശരിയായ മാർഗത്തിലേക്ക് നമ്മൾ നയിക്കുമ്പോൾ നമുക്കതൊരു അലോസരപ്പെടുത്താം. പക്ഷേ പിൽക്കാലത്ത് അവരുടെ വാക്കുകൾ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര നമുക്ക് വളരെ മൂല്യവത്താണ്. വളരെ വളരെ ആണ്. എത്രത്തോളമാണ്? ഞാൻ എന്നെ സ്നേഹിക്കുന്നവരോടും ആത്മാർത്ഥമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നവരോടും ഞാൻ ഇതൊക്കെ എപ്പോഴും അവരോട് പറയാറുണ്ട്. ഏത് കാര്യവും ജീവിതം നമ്മളൊരു കരയിലെത്തണമെങ്കിൽ ആത്മാർത്ഥത്തോടെ നമ്മൾ ശ്രമിക്കുക, സ്വപ്നം കാണുക. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ളവർക്ക് ജീവിത ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊച്ചുനാൾ പോലെ കണ്ടു വളർന്നത് ചെറുകിട കച്ചവടക്കാരനായ എൻ്റെ വാപ്പയാണ്, എൻ്റെ അത്ത. ഞങ്ങൾ അത്താന്നാണ് പറയുന്നത്. എൻ്റെ അച്ഛനും അമ്മയും വളരെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് അവരെ ഞങ്ങളെ വളർത്തി, നല്ല വിദ്യാഭ്യാസം തന്നു. പന്തളം സ്കൂളിൽ അവിടെ ഞാൻ പന്തളം സ്കൂളിലും പന്തളം കോളേജിലുമാണ് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടാണ് ഖത്തറിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ഖത്തറിൽ നിന്ന് നേരെ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്നേഹസമ്പന്നമായ ഒരു നാട്. അതെ, ഈ ദുബായിലേക്ക് എങ്ങനെയായിരുന്നു? ഖത്തറിൽ നിന്ന് ദുബായിലേക്ക് ആദ്യമായിട്ട് ഈ നാടിനെ, ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇവിടുത്തെ സ്വദേശികൾക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇങ്ങനെ വളരെ നമ്മുടെ നാട്ടിൽ പോലും കിട്ടാത്ത സ്വാതന്ത്ര്യം, പ്രവർത്തന സ്വാതന്ത്ര്യം, അതിന് അവർ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ അവർക്ക് നന്ദി പറയുന്നു. അത് മറ്റ് GCCകളെ അപേക്ഷിച്ച് ഇവിടെ വളരെ സുതാര്യവും വ്യക്തതയുമാണല്ലേ? തീർച്ചയായിട്ടും, എല്ലാ കാര്യങ്ങളിലും. ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് ഇവിടുത്തെ ഭരണാധികാരികൾ വളരെ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഈ ദുബായിലേക്ക് വന്നത്. തീർച്ചയായിട്ടും ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദുബൈയിലേക്ക് വരൂ. വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും ഇവിടുത്തെ ഭരണാധികാരികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നല്ലവരായ സ്വദേശികൾ, പത്തനികളും നമുക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. നല്ലത് മാത്രമേ അവരെ പറ്റി എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഖത്തറിൽ നിന്ന് ഇവിടെ വന്നിട്ട് കുറച്ച് ഒരു കമ്പനിയിൽ, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. അതെ, ഞാനൊരു 4 വർഷത്തോളം ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള അബുദാബി ബേസ്ഡ് അൽജാബ് ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ ദുബായ് നോർത്ത് എമിറേറ്റ്സിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സീനിയർ എക്സിക്യൂട്ടീവായിട്ടാണ് ഞാനവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആ കമ്പനി നൽകിയ ഒരു വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും, കാരണം ഈ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫിയമാണ്. പല ഡിവിഷൻസ് ഉണ്ട്. ഏകദേശം എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ ഒരു 10-25 ഡിവിഷൻസ് ഉള്ള 10-50,000 പേര് ജോലി ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ്. അപ്പോൾ അതുമായിട്ട് അവിടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരു കമ്പനി ചെല്ലുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ വളരെ പോസിറ്റീവായിരുന്നു.
അത് കഴിഞ്ഞിട്ടാണ് ബിസിനസ് രംഗത്തേക്ക് അതെ അതെ ടെക്നോ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ഫാദർ ഒരു ചെറിയ ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ ഒരു എംബിഷൻ അന്ന് പോലെ എൻ്റെ വളരെ ജീവിതത്തിൽ കുഞ്ഞുനാളിൽ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മനസ്സിൽ വലിയൊരു ആഗ്രഹം. സ്വന്തം കാലിൽ നിന്ന് ഒരുപക്ഷെ ആ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ബിസിനസ്സിൽ എൻ്റർ ചെയ്യുന്ന താങ്കളായിരുന്നു. ഞാനാണ്. 8 സഹോദരങ്ങളിൽ ആദ്യമായിട്ട് ബിസിനസ് രംഗത്തേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ബിസിനസ് രംഗമായിരുന്നു ടെക്നോ കിങ്? അല്ല, ആദ്യത്തെ ഞങ്ങളുടെ സംരംഭം മെയ്മൂൺ ഓട്ടോ സ്പെയർ പാർട്സ്. ഓട്ടോ സ്പെയർ പാർട്സ് ഫസ്റ്റ് സംരംഭമാണ്. 2000 തുടക്കത്തിലാണ് ഞാൻ മെയ്മൂൺ ഓട്ടോ സ്പെയർ പാർട്സ്, ഞാനും എൻ്റെ പാർട്ണർ മിസ്റ്റർ അബ്ദുൾ റഷീദുമായിട്ടാണ് മെയ്മൂൺ ഓട്ടോ സ്പെയർ പാർട്സ് തുടങ്ങി. അതാണ് സ്റ്റാർട്ടിങ്. 2001 അപ്പോൾ അത് കഴിഞ്ഞാണ്. അപ്പോൾ 2006 ടെക്നോ കിങ് ട്രേഡിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓട്ടോ സ്പെയർ പാർട്സ് എന്നും വളരെ വ്യത്യസ്തമായ ഒരു ബിസിനസ് സംരംഭമാണ്. ഈ ഇൻഡസ്ട്രിയൽ ടൂൾസ്, എക്യുപ്മെന്റ്സ്, ടൂൾസ് ഒക്കെ, ഹെവി ടൂൾസ് ഒക്കെ ട്രേഡ് ചെയ്യുക എന്നുള്ളത്. അത് എങ്ങനെയായിരുന്നു? കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഏതൊരു കമ്പനിക്കും പ്ലാൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മെഷീനറീസ് വേണം, ഗാരേജ് എക്യുപ്മെന്റ്സ് വേണം. അപ്പോൾ ഇത് കുറച്ച് കോമൺ ആയിട്ട് ഇവിടെ വിറ്റഴിക്കപ്പെടാവുന്ന ഒരു ധാരണ എനിക്കുണ്ടായി. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, എല്ലാ ഐറ്റംസും ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പ്രത്യേകിച്ച് ഒരു ഇൻഡസ്ട്രിയൽ ഹബിന്റെ അടുത്ത് റാസൽകോർ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. കാരണം വളരെ റിക്വയർമെന്റ്സ് ആവശ്യമായിട്ട് വരുന്ന അവർക്ക് ഓടി വന്ന സാധനങ്ങൾ. മാത്രമല്ല, ഇതിന്റെ തൊട്ടടുത്താണ് അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ, അതിന്റെ തൊട്ടപ്പുറത്താണ് ജബൽ അലി. ഞങ്ങളുടെ മെയിൻ കസ്റ്റമേഴ്സ് എല്ലാം അവർ തന്നെയാണ്. ജബൽ അലി, അതെ, അവർക്ക് വളരെ ആക്സസ് ആണ്, പെട്ടെന്ന് പോയിട്ട് വരാനും. ഒരു ട്രാഫിക് കൺജസ്റ്റഡ് അല്ല, ഡയറക്റ്റ് റാസൽകോറിലേക്ക് എൻട്രി ചെയ്യാം. ഒരു ജബൽ അലിയിൽ നിന്ന് കുറച്ച് പർച്ചേസേഴ്സോ അല്ലെങ്കിൽ അതിന്റെ പ്ലാന്റ് എഞ്ചിനീയേഴ്സോ ഒക്കെ അവർക്ക് ഒരു അത്യാവശ്യ സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് റാസൽകോർ. ഇറ്റ്സ് വെരി ഈസി വേ. അപ്പോൾ മെയിൻലി ഇതിൽ ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് ഒരുപാട് നമുക്ക് റിക്വയർമെന്റ്സ് അനുസരിച്ചായിരിക്കും നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. എക്യുപ്മെന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതാണ്. അപ്പം മെയിൻലി എവിടെ നിന്നൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? ഇത് മെയിനായിട്ട് ഞങ്ങൾ ഇറ്റലി, തൈവാൻ ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. ബ്രാൻഡഡ് ഐറ്റംസ് ഇറ്റലി, ജർമ്മനി. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു 75% ഐറ്റംസ് ചൈനയുടെ തന്നെയാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, കസ്റ്റമേഴ്സിന്റെ ചോയ്സ് അനുസരിച്ചാണ് നമ്മളത് കൊടുക്കുന്നത്. കാരണം അവരുടെ റിക്വയർമെന്റ്. അതെ, അതിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് അവർ ഒരു ഹൈ റേഞ്ച്, മീഡിയം ലെവല്, ലോ റേഞ്ച്. ഹൈ റേഞ്ച് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ജർമ്മൻ്റെ പ്രോഡക്റ്റുകൾ കൊടുക്കും, ഇറ്റലിയുടെ കൊടുക്കും, അമേരിക്കയുടെ കൊടുക്കും. മീഡിയം ലെവലാണെങ്കിൽ തൈവാൻ്റെ ഉണ്ട്, ഇന്ത്യ തൈവാനുള്ള. ലോ റേഞ്ച് ആണെങ്കിൽ ചൈനയുടെ പ്രോഡക്റ്റുകൾ കൊടുക്കും. അതായത് അവരുടെ ആവശ്യം അനുസരിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ് ബിസിനസിന്റെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് സക്സസ് ആവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു നട്ടൽ എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റിയാണ്. തീർച്ചയായും. അതിൻ്റെ ആ ക്രെഡിബിലിറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും ഒരിടത്ത് ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. എത്രത്തോളം അമീർ സുലൈമാൻ റാവുത്തർ എന്ന ബിസിനസ്സുകാരനിലേക്ക് എത്തുമ്പോൾ ആ ക്രെഡിബിലിറ്റി എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ പറഞ്ഞു ആത്മാർത്ഥതയും സത്യസന്ധതയും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൊടുക്കുന്ന സത്യസന്ധതയാണ് ബിസിനസ്സിൽ. നമുക്ക് പൈസ വേണമെങ്കിൽ പെട്ടെന്ന് പല വഴി കൂടെ പൈസ ഉണ്ടാക്കാം, പക്ഷെ അത് നമുക്ക് നിലനിൽക്കില്ല, സ്ഥായിയായിട്ട് നിൽക്കില്ല. സ്ഥായിയായിട്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, അത്തായുടെ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു ഉപദേശം അത് തന്നെ. അത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ നമുക്ക് സക്സസ് ആയാൻ. തീർച്ചയായിട്ടും. മാത്രമല്ല, ഇപ്പോൾ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റി, അതോടൊപ്പം പല കുടുംബങ്ങളെ സഹായിക്കാനും 10 പേർക്ക് ജോലി കൊടുക്കാനും അൽഹംദുലില്ലാഹ് എനിക്ക് സാധിച്ചു. അതാണ് ഒരു പ്രവാസി ബിസിനസ്സുകാരനുള്ളവരിൽ ഞാൻ ആദ്യം കാണുന്ന ഒരു അഡ്വാൻറ്റേജ്. മൂന്നാമതൊരു ബിസിനസ് സംരംഭമായിരുന്നു കാർ അക്സസറീസ്. അത് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതെ, ഇതെല്ലാം വൈഡായിട്ട് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഓരോ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ ഒരു ഓപ്ഷൻ നോക്കിയിട്ടാണ്. കാരണം ബിസിനസ് രംഗത്ത് എന്തൊക്കെ നമുക്ക് ഞങ്ങൾക്ക് ഓൾറെഡി മെയ്മൂൺ ഓട്ടോ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ് ഒരു പാർട്ണർഷിപ്പിൽ, അതെ, ദുബൈയിലുണ്ട്, ഷാർജ നാഷണൽ പെയിൻ ബിൽഡിംഗിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആ റെസിസ്ട്രേഷൻ ടൈമിൽ ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ദുബൈയിലേക്ക് തന്നെ ആ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വൈഡായിട്ട് ഏരിയ ഉണ്ട്, റിക്വയർമെൻറ്റ്സ് ഞങ്ങൾക്ക് വരുന്നുണ്ട് ആക്സസറീസിൻ്റെ.
അങ്ങനെ പുതിയൊരു അതിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ഞങ്ങൾ റാസൽ ഖോർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മെയിൻ റോഡിൽ ഒമാൻ ഹത്ത ഹൈവേയിൽ മൈക്രോസ്റ്റാർ ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനം കഴിഞ്ഞ വർഷമാണ് ലോഞ്ച് ചെയ്തത്. അതെ, അത് ഞങ്ങളുടെ മൂന്നാമത്തെ സ്ഥാപനമാണ്. പിന്നെ അത് കഴിഞ്ഞ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി, ടേസ്റ്റി ഫുഡ് റെസ്റ്റോറൻറ്റ്, അത് എങ്ങനെയായിരുന്നു? കാരണം വളരെ വ്യത്യസ്തമായി, ടേസ്റ്റി, വളരെ രുചികരമായ ആഹാര സാധനം, അതാണ് ഹോട്ടലിൻ്റെ പേര് തന്നെ. അതെ, ഭക്ഷണം, നമ്മൾ രുചികരമായ ഭക്ഷണം, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഞാൻ പൊതുവേ ഫാമിലിയായിട്ടൊക്കെ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകുന്ന ആളാണ്. നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് നല്ല ഫുഡ് കഴിക്കുക. ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. ഒരു മറ്റ് ആക്ടിവിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ഫുഡിനോട് വലിയ താല്പര്യമാണ്. അപ്പം പല ഫുഡ് കഴിക്കുമ്പോഴേക്കും ഒരു ആഗ്രഹമുണ്ട്, എന്തുകൊണ്ട് നമുക്കൊരു സംരംഭം തുടങ്ങിക്കൂടാ. അപ്പോൾ എൻ്റെ ബഹുമാന്യനായ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഈ ഫീൽഡിൽ 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 3-4 റെസ്റ്റോറൻറ്റുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമായും ഞങ്ങൾ വേറെ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടൊരു കൂട്ടായ ഒരു സംരംഭമാണ് ടേസ്റ്റി ഫുഡ് റെസ്റ്റോറൻറ്റ് LLC റാസൽ ഖോറിൽ. വളരെ നല്ല ഹൈജീൻ. കഴിഞ്ഞ 4 വർഷമായിട്ട് നല്ല രീതിയിൽ ഒരു പ്രീമിയം ക്വാളിറ്റി റെസ്റ്റോറൻ്റാണത്. ഏകദേശം 100 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഫാമിലി റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹൈജീനിക് ആയിട്ട്. അതെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഏരിയയിലെ കൊള്ളാവുന്ന മോശമില്ലാത്ത ഒരു നല്ല റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ നമ്മൾ പേര് പോലെ സൂചിപ്പിക്കുന്ന പോലെ നല്ല ടേസ്റ്റി ഫുഡ് കൊടുക്കും. അതെ, ഒരാളുടെ സാറ്റിസ്ഫാക്ഷൻ അതാണ്. വളരെ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. അത് എത്രത്തോളമാണ് താങ്കൾ അനുഭവിച്ചറിയുന്നത്? തീർച്ചയായിട്ടും അതിലും 10-25 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോകാതെ തന്നെ ഇപ്പോൾ നിങ്ങളെപ്പോലെ നമ്മുടെ ഗസ്റ്റുകൾ വരും നമ്മുടെ റെസ്റ്റോറൻറ്റ് കഴിക്കാം, അതൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ അല്ലേ? 100%. അതും വളരെ നല്ലതായിട്ട് വളരെ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അത് ഞങ്ങളുടെ ഒരു കൂട്ടായ സംരംഭമാണ്. ഒട്ടനവധി കാര്യങ്ങളിൽ താങ്കളൊരു കൂട്ടായ ഒരു സംരംഭം, അത് ഒരു വിജയം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവ പരിചയ സമ്പത്തുള്ള ആൾക്കാരുമായിട്ട് കൂടിച്ചേർന്നിട്ടുള്ള ഒരു കൂട്ടു ബിസിനസ്. അതെ, എത്രത്തോളം ആ ഒരു ബന്ധത്തെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു? ആദ്യമായിട്ട് എൻ്റെ പാർട്ട്ണർമാർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. സാഹിബ് പോലെയുള്ള ഋഷി സാഹിബാണ് എൻ്റെ മെയിനായിട്ടുള്ള പാർട്ണർ. വളരെ സൗഹാർദ്ദപരമായിട്ട് സന്തോഷപരമായിട്ട് ഞങ്ങൾ ഈ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒന്നും ഒരു ആ ബന്ധത്തിന് വിള്ളൽ ഏൽക്കാതെ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ഡീപ്പായിട്ട് അത് പോകുന്നുണ്ട്. പുള്ളിയുടെ സ്ഥലം കണ്ണൂർ പയ്യന്നൂർ കണ്ടാണ്, രാമന്തളി. നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ആ കസ്റ്റമർക്ക് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ വിജയത്തിൻ്റെ മറ്റൊരു പങ്കെന്ന് പറയുന്നത്. ഒരു കസ്റ്റമർ റിലേഷൻ എത്രത്തോളമാണ് താങ്കളുടെ ബിസിനസ് സംരംഭങ്ങളും കസ്റ്റമർ റിലേഷനും? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ റേഞ്ച് ഏതാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം, വില വ്യത്യാസം അനുസരിച്ച് ചിലർക്ക് ഹൈ റേഞ്ച് വേണം, ചിലർക്ക് ലോ ക്വാളിറ്റി മതി, അത് മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആഫ്റ്റർ സർവീസും അതും 100% ഇമ്പോർട്ടൻസ് ആണല്ലോ. എന്നാലേ നാളെ ആ കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുള്ളൂ. മെയിൻലി ഇവിടുത്തെ കസ്റ്റമേഴ്സ് അറബ്സാണ്? അല്ല, ബേസിക്കലി കമ്പനികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇവിടെ വരുന്നത്, പർച്ചേസേഴ്സ് ആണ് കൂടുതൽ വരുന്നത്. അവരുടെ കമ്പനിയുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ റിക്വയർമെൻറ്റ്സ് ഉള്ളത് ലിസ്റ്റുമായിട്ട് അവർ വരുന്നു. നമ്മളിപ്പോൾ ഇപ്പോൾ സ്പെയർ പാർട്സ് ആണ് ആ ഡിവിഷനിലേക്ക് പോകുന്നു, ആക്സസറീസ് ആണ് അങ്ങോട്ട് പോകുന്നു. ആക്സസറീസ് മാത്രമേ ഉള്ളൂ ഇൻഡിവിജ്വൽ കസ്റ്റമർ. ബാക്കി ഇതെല്ലാം കമ്പനി ബേസ് ചെയ്തുള്ള കസ്റ്റമേഴ്സാണ് കൂടുതൽ. ഗാരേജുകൾ, ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള കൺസ്ട്രക്ഷൻ, കോൺട്രാക്റ്റിംഗ്, ട്രേഡിംഗ്, കമ്പനികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അറിയിക്കുകയാണെങ്കിൽ അതും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഫീൽഡിലേക്കുള്ള സാധനങ്ങൾ, ഷിപ്പിംഗ്, അങ്ങനെ എല്ലാ ഫീൽഡിലേക്കും നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് ഒരു ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഈ ബിസിനസ്സിൻ്റെ ഗ്രാജുവലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എപ്പോഴും നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ട്. സ്റ്റഡി ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? നല്ല ഗ്രോത്ത് ആയിരുന്നു 2010-11 വരെ. അതിനുശേഷം ആ റിസഷൻ വന്നതിന് ശേഷം കുറച്ച് ബിസിനസ്സിന് ഒരു 30-40% ഞങ്ങൾ ബാധിച്ചിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാഹ് ഇപ്പം വീണ്ടും അത് ഗ്രാജുവലി പിക്കപ്പായി വരുന്നുണ്ട്, നന്നായിട്ട് മാറുന്നുണ്ട് ഓരോ സാഹചര്യങ്ങളും. വിവാഹം കഴിച്ചിരിക്കുന്നത് ഞാൻ ചെങ്ങന്നൂരിനടുത്ത് കൊല്ലോട് എന്ന സ്ഥലത്താണ്. എൻ്റെ വൈഫിൻ്റെ പേര് ബീന. കുട്ടികൾ? എനിക്ക് 3 ആൺകുട്ടികൾ. മൂത്താളുടെ പേര്? മൂത്താൾ ജാസിം. ഇവിടെ പഠിക്കുന്നു. +1 വരെ ഇവിടെ ആയിരുന്നു. ഇപ്പം PVS ഇൻ്റർനാഷണൽ സ്കൂൾ നിലമ്പൂർ എന്ന സ്ഥലത്ത് +2 അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. റെസിഡൻഷ്യൽ സ്കൂളാണ്. രണ്ടാമത്തെ മകന് ആസിഫ് അമീർ, ഇവിടെ അവർ ഓൺ അൽവർക്ക
ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ 10ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്. മൂന്നാമത്തെ മകൻ അഹമ്മദ് ആറാം ക്ലാസ്, അഹമ്മദ് അമീർ സുലൈമാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എത്രത്തോളമാണ് താങ്കളുടെ കുടുംബം താങ്കളുടെ ബിസിനസ് രംഗത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു? വളരെ സപ്പോർട്ടീവാണ്. കാര്യങ്ങളൊക്കെ അവരുമായിട്ട്, വൈഫുമായിട്ടും കുട്ടികളായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. നാട്ടിലൊക്കെ പന്തളത്തൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്? അതെ, ഇടയ്ക്ക് പോകാറുണ്ട്. തറവാട്ടിൽ ഇപ്പോൾ ആരുമില്ല, അടഞ്ഞു കിടക്കുന്നു. മറ്റ് സഹോദരങ്ങളൊക്കെ എല്ലാം അവർ സെപ്പറേറ്റ്. അതിൽ 2 സഹോദരങ്ങൾ ഇവിടെ ദുബായിൽ ജോലി ചെയ്യുന്നു. ഒരു സഹോദരന് അബുദാബിയിലുണ്ടായിരുന്നു, ഇപ്പോൾ റിട്ടയർ ആയിട്ട് നാട്ടിലാണ്. സഹോദരിമാരെല്ലാം കല്യാണം കഴിച്ച് അയച്ചു. അവരെല്ലാം അൽഹംദുലില്ലാഹ് എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളും. തീർച്ചയായിട്ടും. ഈ കഴിഞ്ഞ പോയ കാലഘട്ടങ്ങൾ 25 വർഷത്തെ പ്രവാസ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? വളരെ ആത്മസംതൃപ്തി തോന്നുന്നുണ്ട്. പിന്നിട്ട കാലങ്ങൾ തീർച്ചയായിട്ടും ഒരു ജോലി എന്ന സ്വപ്നമായിട്ട് ഖത്തറിൽ വരികയും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഈ പുണ്യമായ ഭൂമികളിൽ എത്തിപ്പെട്ടു. ജോലി ചെയ്തു, കുടുംബത്തിന് സഹായിക്കാനും മറ്റ് എന്താ പറയുക, എല്ലാ ആക്ടിവിറ്റികളിലും ഭാഗമാവാനും സാധിച്ചു. സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നു. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചു. അതിലുപരി എന്നെപ്പോലെ സ്വപ്നം കണ്ട് ഈ മരുഭൂമിയിലെത്തിയ എൻ്റെ നല്ലവരായ കൂടെ വർക്ക് ചെയ്യുന്ന അവർക്ക് എന്നാൽ കഴിയുന്ന സഹായം അത്യാവശ്യം ജോലി എന്ന നിലയ്ക്കെങ്കിലും കൊടുത്ത് സഹായിക്കാൻ സാധിച്ച വളരെ നന്ദിയുണ്ട്. പിതാവ് ബിസിനസ്സിൽ ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളും, പിതാവായിരുന്നു ഒരു ഇൻസ്പയർ ആയത് ബിസിനസ്സിൽ. മാതാവ് എത്രത്തോളം താങ്കളുടെ ജീവിതത്തിൽ? ധർമ്മം കൊടുക്കുന്ന കാര്യത്തിൽ, ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ എൻ്റെ മാതാവ് വളരെ മുൻപന്തിയിലായിരുന്നു. വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക, അത് പഠിച്ചത് മാതാവിൽ നിന്ന്. എൻ്റെ തറവാട്ടിൽ എപ്പോഴും എൻ്റെ ഉമ്മ പറയാറുണ്ട്, ഒരു നേരത്തെ ആഹാരം വെക്കുമ്പോൾ 2 പേർക്കുള്ള ആഹാരം നിങ്ങൾ എന്നും കൂടുതലിട്ട് വെക്കണമെന്ന്. എൻ്റെ ഉദ്ദേശം വഴിപോക്കരാവാം, അതിഥികളാവാം, നമ്മുടെ എന്താ പറയുക, ധർമ്മം ചോദിച്ച് നമ്മുടെ വീട്ടിൽ വരുന്ന ആരെങ്കിലും ആയിരിക്കാം, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പുള്ളിക്കാരിക്ക് നിർബന്ധമായിരുന്നു. ഇത് കണ്ടു വളർന്നാണ് ഞങ്ങളുടെ കൊച്ചുനാൾ കടന്നു വന്നത്. അപ്പം ഞങ്ങൾക്ക് അതിഥി സൽക്കാരങ്ങളിൽ വളരെ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ സഹോദരങ്ങളും അത് പിന്തുടർന്നു. പിന്നെ നമ്മളൊരു വിശ്വാസം, പടച്ചവനോടുള്ള ഒരു വിശ്വാസം, ആ ഒരു തക്വ, എത്രത്തോളം പടച്ചവനോടുള്ള ആ വിശ്വാസവും ആ തക്വയും ഒക്കെ മുന്നോട്ട് പരിപാലിച്ചു കൊണ്ടുപോകാൻ സാധിക്കും? ഞാൻ ആദ്യം തന്നെ ഓരോ സ്റ്റാഫും നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോൾ അവരോട് പറയാറുണ്ട്, ഇത് നിങ്ങളുടെ സ്ഥാപനമാണ്, നമ്മുടെ സ്ഥാപനമാണ്. 1, അതനുസരിച്ച് നിങ്ങൾ ജോലി ചെയ്യുക. 2, എല്ലാ വർഷവും പരിശുദ്ധ റമദാൻ മാസം ഈ സ്റ്റോക്കിൻ്റെ ഒരു വിഹിതം ഞങ്ങൾ സക്കാത്തിന് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. അതിപ്പോഴും ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞാനും എൻ്റെ പാർട്ട്നേഴ്സ് ചെയ്യുന്നുണ്ട്. ഈ വരാൻ പോകുന്ന തലമുറ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു തലമുറ ഒരു നല്ലൊരു ബിസിനസ് സംരംഭകനായിട്ട് മാറണമെങ്കിൽ താങ്കളുടെ അനുഭവ പരിചയ സമ്പത്തിൽ നിന്നും താങ്കൾ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം എന്തായിരിക്കും? ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം. കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി താഴെ തട്ടിൽ നിന്നും തുടങ്ങിയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ബിസിനസ്, അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അതിൻ്റെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയാൽ മാത്രമേ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല മൂല്യങ്ങളെ മുറുക്കെ പിടിക്കുക, സത്യസന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുക, അതാണ്. ഒപ്പം ദൈവവിശ്വാസം. ഇനിയുള്ള സ്വപ്നം എന്താണ്? മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തുടർന്നു പോവുക. അതിന് സാധിക്കട്ടെ എന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. വളരെ വ്യത്യസ്തമായൊരു അഭിമുഖമായിരുന്നു അമീർ സുലൈമാൻ റാവുത്തർ എന്ന വ്യക്തി. കാരണം നമ്മളെ ഒരാളെ എപ്പോഴും പരിചയപ്പെടുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ഒരു ബിസിനസ്സുകാരനിലൂടെ ഒരു സെയിൽസ് മാർക്കറ്റിംഗ് എന്ന ആ ഒരു കാര്യത്തെ, ആ പ്രൊഫഷനോട് താങ്കൾ കാണിച്ച ആത്മാർത്ഥതയാണ് താങ്കൾ ഇന്നൊരു ബിസിനസ് സംരംഭകനായിട്ട് മാറ്റിയത്. നന്ദി, വളരെ സന്തോഷം. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാൻ താങ്കൾക്ക് ദീർഘായുസ്സും മനസ്സുഖവും ശരീരസുഖവും പടച്ച തമ്പുരാൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.